വേദിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹവും അഭിമാനവും ആദരവുമായിട്ടുള്ള സുരേഷ് ഗോപി അവர்கள் നമ്മുടെ ആദരണീയനായിട്ടുള്ള കേന്ദ്രമന്ത്രി, എന്റെ സുഹൃത്തും ഗോവയുടെ മുഖ്യമന്ത്രി ശ്രീമാൻ സാവന്ത്ജിയുടെ സഹധർമ്മിണി ശ്രീമതി സുലക്ഷണ സാവന്ത് അവർ, പാലക്കാടിന്റെ ജില്ലയുടെ പ്രസിഡന്റ് ശ്രീമാൻ പ്രശാന്ത് ശിവൻ, ആദരണീയമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ലീഡറും മുൻ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണുമായിട്ടുള്ള പ്രവീണ ചേച്ചി, നമ്മുടെ നിയോജകമണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീമാൻ വിജീഷ്, നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആദരണീയമായിട്ടുള്ള കർണാടകയിലെ MLA ഹൂബ്ലി MLA മഹേഷ് ജി, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ശ്രീമാൻ ചിറ്റൂർ രാജേന്ദ്ര പ്രസാദ്, നമ്മുടെ പ്രിയപ്പെട്ട ബിന്നിൽ, പഞ്ചായത്തിലെ 2 ജനപ്രതിനിധികളായിട്ടുള്ള പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ശ്രീമാൻ സുധീഷ്, ശ്രീമതി പ്രിൻസി, നമ്മുടെ ചുങ്കമണ്ണം വിജയേട്ടൻ, ഈ പഞ്ചായത്തിന്റെ അമരക്കാരൻ ശ്രീമാൻ ബിനോജ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശിവദാസേട്ടൻ, കർഷക മോർച്ചയുടെ ലീഡർ ശ്രീമാൻ ഗോപി, നിയോജകമണ്ഡലത്തിന്റെ ഉപാധ്യക്ഷൻ, അതുപോലെ തന്നെ യുവമോർച്ചയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോടൊപ്പം നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീമാൻ അനന്തു, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സംയോജകൻ വിനോജ്, സംഘത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കന്മാരെ, എന്റെ സഹപ്രവർത്തകന്മാരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, കൊച്ചുകുട്ടികളെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. യഥാർത്ഥത്തിൽ നമ്മുടെ ആരാധനായിട്ടുള്ള കേന്ദ്രമന്ത്രി 6 ദിവസം പാലക്കാട് നിയോജകമണ്ഡലത്തിൽ വരാം എന്ന് പറയുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു പരിപാടിയിൽ വന്നാൽ മതി എന്നാണ്. ഒറ്റ പരിപാടിയിൽ നമ്മുടെ ആദരണീയനായിട്ടുള്ള കേന്ദ്രമന്ത്രിയെ കണ്ട്, അദ്ദേഹം ടൂറിസത്തിന്റെ മിനിസ്റ്ററാണ്, അദ്ദേഹം ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ കൂടെ ഏറ്റവും അദ്ദേഹത്തിന് ഹൃദയം ചേർത്ത് വയ്ക്കാൻ സാധിച്ചിട്ടുള്ള ഭാഗ്യവാനായിട്ടുള്ള നമ്മുടെ ചേട്ടനാണ്. അദ്ദേഹം ഒരു തവണ വന്നാൽ പാലക്കാടിലെ ജനതയ്ക്ക് ആ സന്ദേശം കിട്ടും എന്ന് ഞാൻ പറയുകയുണ്ടായി. പക്ഷേ നമ്മുടെ UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ അതിന് സമ്മതിക്കാത്ത സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ഒരു സിനിമാക്കാരനെ കൊണ്ടുവരാം എന്നാണ് പാലക്കാട്ടുകാർക്ക് അദ്ദേഹം വാഗ്ദാനം കൊടുത്തത്. നമ്മുടെ ആള് അഭ്രമാരികളിലെ മുടിചൂടാമന്നനുമാണ്, രാഷ്ട്രീയത്തിലെ അജയ്യനായിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്റ്ററുമാണ് എന്നുള്ളതാണ്. 2 മടങ്ങും എത്രയോ വർഷമായി കലയുടെ മേഖലയിൽ അഗ്രേസര സ്ഥാനത്തിരിക്കുന്ന, കേരളം നെഞ്ചേറ്റിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹം നടന്നു കൽപ്പാത്തിയില് 1.5-2 മണിക്കൂർ സമയം കൽപ്പാത്തിയിലെ തെരുവീതികളിലൂടെ നടന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ ജ്യേഷ്ഠ സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം നടക്കുകയാണ്. എന്തിനാ നടക്കുന്നത് പാലക്കാടിൽ വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പാലക്കാടിൽ ഒന്നുമില്ലാത്ത, നല്ല റോഡില്ലാത്ത, നല്ല ആരോഗ്യ മേഖലയെ സൃഷ്ടിക്കാൻ സാധിക്കാത്ത, കേന്ദ്ര ഗവൺമെന്റ് എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഒരു പ്രൊജക്ട് പോലും പാലക്കാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ള ജനപ്രതിനിധികളില്ലാത്ത ഈ പാലക്കാടിന്റെ മണ്ണിൽ അദ്ദേഹം യാത്ര ചെയ്തത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തിട്ടുള്ളത്, വാക്ക് കൊടുത്തിട്ടുള്ളത് എന്താണ്? വികസനം എത്തിക്കാം എന്നാണ്. ഈ ലോകം ആരാധിക്കുന്ന ഇന്ത്യയുടെ പ്രഗത്ഭമതിയായിട്ടുള്ള പ്രധാനമന്ത്രി തന്നെ എന്നെയും നിങ്ങളെയും കാണാൻ പാലക്കാടിന്റെ മണ്ണിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ഭാഗ്യം നമ്മളെ സംബന്ധിച്ച് ഇനി നമുക്ക് അനുഭവവേദ്യമാകാനില്ല എന്നുള്ളതാണ്. അദ്ദേഹം പാലക്കാട് വന്നില്ലേ?
ഇവിടുത്തെ ജനങ്ങളോട് സംസാരിച്ചില്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ വരുന്നത് വാരണാസിയിൽ നിന്നാണ്. വാരണാസിയിലെ കാശി വിശ്വനാഥനും പാലക്കാടും തമ്മിൽ ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പാലക്കാടിലെ കൽപ്പാത്തിയിലെ കാശി വിശ്വനാഥ സ്വാമികളെ തൊഴുതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു സൂചന നൽകിയിരുന്നു. ആ സൂചന ഇതാണ്. എന്താണ്? 5 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്താൻ ഒരു MLA വിജയിപ്പിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞത്? മാറാത്തത് ഇനി മാറും എന്നാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്. ഈ കേരളത്തിന്റെ മണ്ണിൽ ടീം BJP മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ച ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഭരണകൂടത്തിന്റെ കാവൽക്കാരിൽ ഒരാളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ സുരേഷ് ഗോപി, അദ്ദേഹം ഇവിടെ വന്നത് ഈ പ്രദേശത്ത് മാത്തൂരിലെ കർഷകരുടെ നാടാണിത്. ആത്മാഭിമാനം കൊണ്ട്, നമ്മുടെ അന്തരംഗം സന്തോഷം കൊണ്ട് വിതുമ്പുന്ന ഒരു നിമിഷമാണ്. എന്താണ്? കർഷകരെ കാണാൻ, ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ അടുത്തറിയാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാളെ ഭാവിയിൽ പഠിക്കാൻ നല്ല സ്കൂളുകൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കാൻ, ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ പാടത്ത് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ നെൽവയലുകളിൽ അവർ കൊയ്തു കൂട്ടിയിട്ടുള്ള നെല്ല് വാങ്ങിക്കൊണ്ടുപോയിട്ട് 3 മാസം കഴിഞ്ഞിട്ടും അവർക്ക് പണം കൊടുക്കാതെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പണം പോലും വകമാറി ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നെറികെട്ട ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികാരമാണ് പ്രിയപ്പെട്ടവരെ ഈ മാത്തൂരിലെ ജനങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഗുരുതുല്യനായിട്ടുള്ള, ഞാൻ ഏറെ സ്നേഹിക്കുന്ന, നിങ്ങൾ എന്നോട് എന്താണ് പറഞ്ഞത്? പാടശേഖര സമിതിയിലെ മാത്തൂരിലും കണ്ണാടിയിലും പിരായിരിയിലെയും പാടശേഖര സമിതിയിലെ കർഷകന്മാരെ ഞാൻ കാണാൻ പോയിരുന്നു. പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റുകാരൻ, അദ്ദേഹത്തിന്റെ മകൻ ഇന്ന് BJP-യിലാണ് കണ്ണാടി പഞ്ചായത്തില്. അതുപോലെ തന്നെ പിരായിരി പഞ്ചായത്തിലെ പഴയകാല കോൺഗ്രസുകാരൻ അല്ലെ ഭാസ്കരൻ, ആ പഴയകാല കോൺഗ്രസുകാരന്റെ കുടുംബം ഇന്ന് BJP-യുടെ കൂടെയാണ്. കണ്ണാടിയിലെയും മാത്തൂരിലെയും പിരായിരിയിലെയും കർഷകന്മാരെന്താണ് ആവശ്യപ്പെട്ടത്? അവരാവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് വേണ്ടത് ആരെയാണ്? കാർഷിക വകുപ്പിന്റെ മന്ത്രിക്ക് മാത്തൂരും കണ്ണാടിയും പിരായിരിയും ഒന്ന് കാണിച്ചു കൊടുക്കാൻ ശോഭയ്ക്ക് സാധിക്കുമോ എന്നാണ് എന്നോട് പറഞ്ഞത്. ഈ വരുന്ന 6-ാം തീയതി ക്യാബിനറ്റ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻജി മാത്തൂരിലെ കണ്ണാടിയിലെ പിരായിരിയിലെ കർഷകരെ കാണാൻ വരികയാണ്. ക്യാബിനറ്റ് മിനിസ്റ്ററാണ് വരുന്നത്. ആ കർഷകരെ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശോഭയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പാലക്കാട് നിയോജകമണ്ഡലത്തിലേക്ക് കർഷകർക്ക് ക്യാബിനറ്റ് മിനിസ്റ്ററെ കാണാൻ ആഗ്രഹമുണ്ട് എന്നറിയിക്കാൻ നമുക്ക് പാഴൂർ പടിപ്പുരയിൽ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരൊറ്റ വാട്സപ്പില് സുരേഷ് ഏട്ടനോട് നമ്മുടെ കേന്ദ്രമന്ത്രി, നമ്മുടെ ഹൃദയം, അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ അവിടുത്തെ അമ്മമാരോട് പറഞ്ഞിരുന്നു ഗാലറിയിൽ ഇരുന്ന് കളി കാണാനല്ല ശ്രീമാൻ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഞങ്ങൾ അകത്തുണ്ടാകും, അത് ലോക്സഭയിലുണ്ടാകും, ധാരാളം വോട്ടുകൾക്കായിരിക്കും അദ്ദേഹം വിജയിക്കാൻ പോകുന്നത് എന്ന് പറയുകയും തൃശ്ശൂരിലെ അമ്മമാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മകനായി, നിങ്ങളുടെ മക്കൾക്ക് നാഥനായി തൃശ്ശൂരിന്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരാളുണ്ടാകുമെന്ന് പറഞ്ഞുവെങ്കിൽ തൃശ്ശൂരിലെ ജനത അദ്ദേഹത്തെ 75,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ തൃശ്ശൂരിൽ വിജയിപ്പിച്ചത്. അങ്ങനെ ഒരു വ്യക്തി, അദ്ദേഹം പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ വേദിയിലിരിക്കുമ്പോ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, കേന്ദ്രമന്ത്രി നടന്നിട്ടല്ലേ താഴെ ഞാൻ നടക്കേണ്ടത്, പിറകിൽ ഞാൻ നടക്കേണ്ടത്? അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളെയൊക്കെ മുന്നിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പിറകിൽ നടക്കുന്നത് എന്ന് പറഞ്ഞ ഒരു വല്യേട്ടനാണ്. ഇതിപ്പോൾ എന്ത് വേണം? മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും പാലക്കാടിലെയും സഹോദരന്മാർക്ക് നമുക്ക് ജ്യേഷ്ഠനായിട്ട്, പിന്നെ നല്ല സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോയിട്ട് 1.5 പടം അഭിനയിച്ച ആളാണ്, സിനിമ അഭിനയിച്ച ആളാണ് ഇരിക്കുന്നത് അല്ലെ? കമ്മീഷണർ പോലെ അല്ലെ? എത്രയോ നല്ല നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ കേന്ദ്രമന്ത്രിക്ക് സ്വാഗതം അരുളുകയും അദ്ദേഹം ഈ വേദിയിൽ വന്നതിന് അഭിമാനം കൊണ്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്, അഭിമാനത്തോടുകൂടി നിൽക്കുകയാണ്. കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ, ഭാരതം എന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം. അങ്ങനെ അഭിമാനത്തോടുകൂടി നമ്മുടെ കേന്ദ്രമന്ത്രി സത്യപ്രതിജ്ഞ
നിങ്ങളുടെ സാധാരണക്കാരിയായിട്ടുള്ള ശോഭയ്ക്ക് ഒരു വലിയേട്ടനുണ്ട്, അത് ശ്രീമാൻ സുരേഷ് ഗോപിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. എന്നെ കണ്ടതിനും കേട്ടതിനും ഈ പൊരികയിൽ പണിയെടുത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നതിനും നിങ്ങളുടെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. അതിന്റെ ആവശ്യമില്ല. അടുത്ത് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി നമ്മളേവരും കുറേ നേരമായി കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മളെല്ലാം പ്രിയപ്പെട്ട സുരേഷേട്ടനെ ക്ഷണിച്ചുകൊണ്ടു. മറക്കരുത് ചേച്ചിയുടെ പാട്ട്. 5 മണിക്ക് റൂട്ടേക്കാണ് 6 വർഷം തളർന്നു കിടക്കുന്ന കയ്യിൽ സുരേഷ് ഗോപിയെ കാണുന്നുണ്ട്. നമസ്കാരം പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് പ്രിയ പാലക്കാട്ടുകാർക്ക്, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങൾക്ക്, കുഞ്ഞു മക്കൾക്ക്, ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്താക്കൾക്ക് വേദിയിൽ എന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിൽ അമ്പടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിന്റെ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ വേരോട്ടത്തിന് ശക്തി പകരാൻ, ഊർജം പകരാനായി മറ്റുള്ള 27 സംസ്ഥാനങ്ങളിൽ നിന്ന് 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് ആരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് ഒരുപക്ഷെ കേരളത്തിലെ നേതാക്കൾക്ക് പോലും ഒരു ചാർട്ടുള്ളതുണ്ടാകും അറിയില്ല. ഇത് അനിതര സാധാരണമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ. വളരെ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം 9-ാം തീയതി വന്ന് എത്തി നിൽക്കുന്നത്. ഇന്ന് ദുഃഖവെള്ളി, നന്മയെ അടിച്ചമർത്തിയ ദിനമാണ്. ലോകം മുഴുവൻ അടിച്ചമർത്തപ്പെടുന്നവരുടെ ചോര മണം നുകരാൻ വിധിക്കപ്പെട്ട ദിനമാണ്. ക്രിസ്തുദേവനും അതിനുശേഷം ഇങ്ങോട്ട് ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗത്ത് യുദ്ധങ്ങൾ, തല്ലുകൂട്ടങ്ങളുടെ എല്ലാം ആഘാതമേറ്റ് വലിയ മനുഷ്യ സമൂഹങ്ങളുടെ എല്ലാം ചോര വാർന്നൊലിക്കുന്ന അവസ്ഥയിൽ ഒരു ദിവസം കഴിഞ്ഞ് മറ്റന്നാൾ എല്ലാ നീച പ്രവർത്തനങ്ങൾക്കും, എല്ലാ പൈശാചിക വിളയാട്ടങ്ങൾക്കും എന്നേക്കുമായി അവസാനം കുറിച്ചുകൊണ്ട് സമാധാനത്തിന്റെ സന്ദേശവുമായി ഉയർപ്പിന്റെ നാളാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ. വലിയ ഉയർപ്പിന്റെ കാലം ഒരിക്കൽ കൂടി ലോക ജനതയ്ക്ക് വന്ന് കൈയണയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് പങ്കുചേർന്നിട്ടുള്ള അതിഥികളെന്ന് പറഞ്ഞുകൂടാ, അവരാണിപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി. കർണാടകയിൽ ഹൂബ്ലിയിലെ MLA ശ്രീ മഹേഷ്, അദ്ദേഹത്തിന് സ്വാഗതം. ഹാർട്ടി വെൽക്കം ടു യു സർ. നാളെ ചിലപ്പോൾ ഒരു MLA ആയിട്ടോ MP ആയിട്ടോ ഒക്കെ ഗോവയിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലോ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയത്തിലോ പൊന്തി വരാൻ പോകുന്ന കരുത്തുള്ള ആംഗുള്ള നേതാവാണ് സാവന്ത്ജിയുടെ ധർമ്മപത്നി ശ്രീമതി സുലക്ഷണ സാഹ. I am making very hearty welcome.
നന്നായി സംസാരിക്കും. പക്ഷെ ഇന്നിപ്പോ സമയം ഇത്രയും വൈകിയത് കൊണ്ട് ശോഭ എന്ന വലിയ പ്രസംഗക്കാരിയെ കുറച്ചുകൂടി സമയം നൽകി അനുഗ്രഹിക്കണമെന്ന് നിശ്ചയിച്ച് പ്രസംഗത്തിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ്. വളരെ മനോഹരമായ ആംഗ്ലയത്തിൽ ഞാൻ മെനിഞ്ഞാന്ന് രാത്രി പത്മ ചേച്ചിക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുമ്പോൾ ഒരു വലിയ കുടുംബ സദസ്സിൽ സംസാരിച്ചത് ഞാൻ കേട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാവിയിൽ ഒരു MP-യോ അല്ലെങ്കിൽ ഗോവയിലെ ഒരു മന്ത്രിയോ ഒക്കെ ആയി കാണാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ. പാലക്കാട്ടേക്ക് വരുമ്പോ, പാലക്കാട് ഞാൻ തിരുവനന്തപുരത്ത് അച്ചുവീട്ടിൽ താമസം ഉറപ്പിച്ചതിന് ശേഷം പാലക്കാട് വരുന്നത്, അല്ലെങ്കിൽ അതിനു മുമ്പ് ആദ്യമായി പാലക്കാട് ഷൂട്ടിങ്ങിനെത്തുന്നത് 86 നവംബർ 5-ാം തീയതിയാണ്. ഇവിടെ KTDCയുടെ ഒരു റെസ്റ്റോറന്റും ഗസ്റ്റ് ഹൗസുമായിട്ട് മലമ്പുഴയിൽ പാറമുകളിൽ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, നന്നായിട്ടുണ്ടാവായിരിക്കാം. അന്ന് വളരെ വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് കന്നുകാലികള് കൊണ്ടുവന്ന് തട്ടിയിരിക്കുന്നത് പോലെ കൊണ്ടുവന്ന്. സിനിമയുടെ പേര് PC 369, PC 369. അതിനകത്ത് TG രവിചേട്ടനുമായിട്ടാണ് ഞാൻ ഒരു വലിയ മോഷ്ടാവിന്റെ റോള് ചെയ്ത് കൊണ്ടുവന്നത്. അന്ന് മലമ്പുഴയിൽ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ തുറന്നു വിട്ടിട്ടുള്ള വലിയ നീരൊഴുക്കിലൊക്കെ എടുത്ത് ചാടിയിട്ടുണ്ട്. അതിന്റെ ആഴമറിയാതെ അപകടത്തിൽപ്പെടാതെ തീർച്ചയായിട്ടും സിനിമയിലെ സഹോദരങ്ങളെല്ലാം രക്ഷപ്പെടുത്തി എടുത്തിട്ടുമുണ്ട്. പക്ഷെ ആ ചാട്ടം ആ സിനിമയിൽ ആവശ്യമായിരുന്നു. നിങ്ങൾ ഇപ്പോഴും അത് യൂട്യൂബിലോ എവിടെയെങ്കിലും ഒക്കെ തപ്പിയാൽ കിട്ടും, കണ്ടാൽ മനസ്സിലാവും. മുകേഷും സരിതയും ഒക്കെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പാലക്കാടിന്റെ ആത്മാവിനെ തൊട്ടറിയാൻ 2 പ്രമുഖ നേതാക്കൾ, അതിൽ ഒരാൾ പത്രമുതലാളി ശ്രീ MP വീരേന്ദ്രകുമാർ. ഞാൻ ഓർക്കുന്നത് പ്ലാച്ചിമട സമരമാണ്. പ്ലാച്ചിമട സമരം ഒരു ബഹുരാഷ്ട്ര കുത്തകയെ ഇവിടെ നിന്ന് പായിച്ചോടിക്കാൻ വേണ്ടി എന്നതിലുപരി ഇവിടുത്തെ കർഷകന്റെ കണ്ണീര് നിരന്തരമായി ഒപ്പാൻ വേണ്ടി രൂപീകൃതമായ ഒരു വലിയ ജനകീയ സമരമായി. ആ സമരമുഖത്ത് എനിക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും ആ ബഹുരാഷ്ട്ര കുത്തകയ്ക്കെതിരെയുള്ള ലിറ്ററേച്ചറും കാര്യങ്ങളുമായിട്ട് ഞാൻ വീരേന്ദ്രകുമാർ സാറിന്റെ കൂടെ ഒപ്പം ഏതാണ്ട് 2-2.5 വർഷക്കാലം സഞ്ചരിച്ചതാണ്. അതേ കാരണം കൊണ്ട് തന്നെയാണ് ശ്രീ VS അച്യുതാനന്ദൻ ഇവിടെ മത്സരിക്കാൻ മലമ്പുഴയിൽ വന്നപ്പോ ആ ബഹുരാഷ്ട്ര കുത്തക കൊടുത്ത പണം ഉപയോഗിച്ച് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തണം എന്ന് തൊട്ടടുത്ത സംസ്ഥാനത്ത് രാഷ്ട്രീയം തീരുമാനിച്ചത്. ഇവിടെ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും 2 മുന്തിയ നേതാക്കൾ അതിന്റെ കൂടെ നിന്നപ്പോൾ ഒരു കാരണവശാലും സഖാവ് VS അച്യുതാനന്ദൻ ഇവിടെ കാലിടറി വീഴാൻ പാടില്ല. കാലിടറി വീണാൽ അത് കേരളത്തിന്റെ മനസാക്ഷിയുടെ നിരന്തരമായ ഒരു ചതിക്കുഴിയിലേക്കുള്ള വീഴ്ചയായിരിക്കും മനസ്സിലാക്കി ഒരു കാരണവശാലും VS അച്യുതാനന്ദൻ ഇവിടെ തോൽക്കാൻ പാടില്ല. പാലക്കാട്ടുകാർ, മലമ്പുഴക്കാർ ജയിപ്പിച്ച് നിയമസഭയിൽ അയച്ചില്ലെങ്കിൽ ദുരന്തപൂർണമായിരിക്കും എന്ന് അഭ്യർത്ഥിച്ചെടുത്ത് അന്ന് ഏതാണ്ട് 8000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട്ടുകാർ, മലമ്പുഴക്കാർ ചെവിക്കൊണ്ടു, ഹൃദയത്തിലേറ്റി. ആ വാക്കിന് വിലയുണ്ടായി. അദ്ദേഹം അന്ന് 2006 ജയിച്ച് വന്ന് മുഖ്യമന്ത്രി പദം അലങ്കരിച്ച് വലിയ വ്യതിയാനമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാര്യത്തിൽ. അദ്ദേഹം വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. അതൊക്കെ ആ ആൾക്കാരാണ് ഇപ്പൊ അതിലും വലിയ കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, സമാനമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. അന്ന് സഖാവ് VS അച്യുതാനന്ദന് വേണ്ടി എന്ത് പറഞ്ഞുവോ അത് തന്നെയാണ് ഞാനിവിടെ ഇപ്പോ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ശോഭയെ പോലെ പാലക്കാട്ടുകാർക്ക്
കർഷകർക്ക് ഒരു പാവപ്പെട്ട കർഷക സ്ത്രീയുടെ മകളായിട്ടാണ് ജീവിതത്തിന്റെ ഏറിയ പ്രായവും ജീവിച്ച് വന്നത്. ഇപ്പോഴും മനസ്സ് അതിൽ നിന്ന് വിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തമായിട്ടറിയാം. എന്നെക്കുറിച്ച് യുവമാരൊക്കെ പറയുന്നില്ലേ, ഈ നികൃഷ്ടന്മാർ, അയാള് സിനിമയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. സിനിമയിൽ ഇറങ്ങാൻ സൗകര്യമില്ല. സിനിമയാണ് ജനങ്ങൾക്ക് വേണ്ടത്. സിനിമയിൽ എന്ത് ചെയ്ത് ഫലിപ്പിച്ചുവോ അത് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഫലിപ്പിക്കാനുള്ള ശ്രമം എന്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് പറയുന്ന നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് ഞാൻ മൂല്യം കൽപ്പിക്കുന്നുണ്ട്. ആ മൂല്യത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന ഈ ചതിയന്മാര് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പാഠം പഠിപ്പിച്ചിരിക്കുന്നു. ശോഭയെ സംബന്ധിച്ച് ഇതെന്റെ ഒരു പരിദേവനമാണ്. ഇതൊരു മറ്റൊരു ഗ്യാരണ്ടിയും നിങ്ങൾക്ക് വേണ്ട. ഓരോ വിഷയങ്ങളായിട്ട് എടുത്തോളൂ. കർഷകന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി 3 നിയമങ്ങൾ കൊണ്ടുവന്നപ്പോ അതിനെ കാടൻ നിയമങ്ങൾ എന്ന് പറഞ്ഞു ഇവിടെ പ്രമേയം പാസാക്കി ഇവിടുന്ന് പൈനാപ്പിൾ കയറ്റി അയച്ച് തീവ്ര വിചാരമുള്ള സംഘടനകളുടെ കൂടെ കൂട്ടി ആ നിയമങ്ങൾ തച്ചുടച്ചെടുത്ത് നിങ്ങളെല്ലാം വിശ്വസിച്ചു ആ ബില്ല് അധമമാണെന്ന്. ഏറിയ വിഷമത്തോടെയാണ് പ്രധാനമന്ത്രി ആ 3 നിയമങ്ങളും പിൻവലിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കർഷക കുടുംബങ്ങളോട് ചോദിക്കുന്നു, കർഷക സംഘങ്ങളോട് ചോദിക്കുന്നു, ആ 3 നിയമങ്ങൾ തച്ചുടച്ചപ്പോൾ ആ നിയമം വഴി എന്താണോ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരേണ്ടിയിരുന്നത് നിങ്ങളത് മനസ്സിലാക്കാതെ തച്ചുടയ്ക്കുന്നവർക്ക് വേണ്ടി കൂട്ടുനിന്നെങ്കിൽ അതിനുശേഷം കേരളത്തില് ഏതാണ്ട് 5 വർഷമായിട്ട് കർഷകർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളെ ഈ സർക്കാരും അവരുടെ കൂടെ ആ നിയമം തച്ചുടയ്ക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്ന പ്രതിപക്ഷവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കിക്കണ്ട് ചെയ്ത് നിങ്ങൾക്ക് അഭിവൃദ്ധിയാണെങ്കിൽ പിന്നെന്തിനാണ് ഈ രോധനം? ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കർഷകർക്ക് വേണ്ടി സംസാരിക്കാൻ കേന്ദ്ര പദ്ധതിയിലൂടെ ആയുഷ്മാൻ ഭാരത് എത്ര കുടുംബങ്ങളാണ് ആശുപത്രികളിലെത്തി ചികിത്സയ്ക്ക് വേണ്ടി അല്ല ഒരു മരുന്ന് പുറത്തുനിന്ന് വാങ്ങി വരണമെന്നൊരു തുണ്ടെഴുതി കൊടുത്താൽ ഭിക്ഷയാചിക്കാൻ ഇറങ്ങി നടക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ കിടക്കാടം പണയം വെച്ച് പണമെടുത്ത് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ചയക്കാൻ ഒരുക്കി വെച്ചിരിക്കുന്ന പണം, സ്വർണം, ഇതെല്ലാം അടം വെച്ച് ഒരു കാലത്തും തിരിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിൽ കടബാധ്യത വളർത്തി ഒടുവിൽ പെൺമക്കളെയും വിളിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന എത്ര കുടുംബങ്ങളുടെ കഥയാണ് ഈ കാർഷിക നിയമങ്ങൾ തച്ചുടയ്ക്കാൻ കൂട്ടുനിന്ന മാധ്യമ പ്രവർത്തകർ പിന്നീട് കാണിച്ചത്. കേരളത്തിലെ പ്രബലരായ എല്ലാ ചാനലുകളും കാണിച്ചു. പാലക്കാട്ടുള്ള കർഷകർ, കുട്ടനാട് എന്റെ നാടാണ്, അവിടെയും വിഭിന്നമല്ല. റോഡ് ടാർ ചെയ്യാൻ വേണ്ടി പാറ കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ നമ്മുടെ അന്നനാളത്തിലൂടെ ചെന്ന് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി അന്നമൊരുക്കുന്ന കർഷകന്റെ ഉൽപ്പന്നങ്ങൾ റോഡ് വക്കിൽ കൊണ്ടുവന്ന് റോഡ് ടാർ ചെയ്യാൻ വേണ്ടി പാറ കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ അതിന്റെ ചതുരം പോലും പിടിക്കാതെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്ന എത്ര കാഴ്ചകൾ. അതിലെല്ലാം ചോറാവണ്ട നെല്ല് ഞാറായി മാറുന്ന കർഷകന്റെ കണ്ണീരിന്റെ നനവേറ്റു ഞാറാകുന്ന അവസ്ഥയിൽ എത്ര തവണയുണ്ടായി. ഓരോ വർഷവും അങ്ങനെ 2 മാസങ്ങളിലെങ്കിലും നമ്മൾ ഈ കാഴ്ചകൾ കണ്ടിട്ടില്ലേ? എവിടെയാണപ്പോ കാർഷിക നിയമങ്ങളിലെ അധമത്വം? നിങ്ങൾ അന്വേഷിക്കണം. ഇതേതൊക്കെ കോൺഗ്രസിലെ ആയാലും NCP-യിലെ ആയാലും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആയാലും ഏതൊക്കെ കർഷക കുത്തകളുടെ ഗൂഢനീക്കമായിരുന്നു നിങ്ങൾ അന്വേഷിക്കണം. ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയ പ്രബുദ്ധത നാശത്തിന് മാത്രമേ വഴിവെക്കൂ. നമുക്ക് കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനിയൊരു നല്ല കാലമാണ് നമ്മുടെ സ്വപ്നം.
ആ നല്ല കാലത്തേക്ക് നമുക്ക് 70 വർഷം കൊണ്ട് എത്താൻ സാധിച്ചില്ലെങ്കിൽ ഇനിയുള്ള ഒരു 70 വർഷം കൊണ്ട് അതും വേണ്ട. 2047 ആദരണീയനായ പ്രധാനമന്ത്രി സ്വപ്നം കാണുന്ന ആ വർണ്ണശബളമായ ഭാരതത്തിന്റെ യശസ് വാനോളം ഉയർത്തുന്ന വികസന കാഴ്ചപ്പാട് വികസിത് ഭാരത് 2047 അവിടേക്ക് സഞ്ചരിച്ചെത്തുന്നതിന് കേരളത്തിൽ ഞാൻ പറഞ്ഞ ജലനിധി മിഷനായാലും ശരി തന്നെ, കേരളത്തിൽ മാത്രം അതിന്റെ തകർച്ചയുടെ ശതമാന കണക്കെന്ന് പറയുന്നത് ഭീകരമാണ്. ആയുഷ്മാൻ ഭാരത്, ആവാസ് യോജന, പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്, അല്ലാതെ നരേന്ദ്രമോദി ആവാസ് യോജന അല്ല. അതിന്റെ പണം മോദിജിയുടെ വീട്ടിൽ നിന്നല്ല കൊണ്ടുവരുന്നത്. ഇവിടെ ശ്രീ പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും അല്ല കൊണ്ടുവരുന്നത്. പക്ഷെ അവിടെ മോദിയുടെ വീട്ടിലേക്ക് ആ പണം കൊണ്ടുപോകാറില്ല. ഇവിടെ പലരുടെയും വീട്ടിലേക്ക് ആ പണം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂരകൾ ഉണ്ടായിട്ടില്ല. വ്യക്തമായി മനസ്സ് തുറന്ന് അന്വേഷിച്ചാൽ മതി. ഞാൻ പറയുന്നത്, ജനങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ഓരോ സമ്മതിദായകനും ഓരോ സമ്മതിദായകയ്ക്കും നല്ല നിരീക്ഷണ ബുദ്ധി വേണം. ഇത് വലിയ ആഘോഷമാണ്. കൊടി തോരണങ്ങളൊക്കെ കെട്ടി, ബാൻഡ് മേളം, ലൈറ്റിട്ട വണ്ടികൾ, ഇത് നമുക്ക് ദിവസവും ഓരോ പാർട്ടി നമുക്ക് ഉത്സവ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നു. വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു പോയി ഒരു ഓട്ടം കിട്ടും. ഈ സമ്പ്രദായം മാറണം. അവസാനത്തെ 2 ദിവസമെങ്കിലും, അവസാനത്തെ 1 ദിവസം ശബ്ദ കോലാഹലങ്ങളില്ല, അന്നെങ്കിലും സമാധാനമായിരുന്ന് ഞാൻ എന്റെ രാജ്യത്തിന്റെ, ഞാൻ എന്റെ സംസ്ഥാനത്തിന്റെ, ഞാൻ എന്റെ ജില്ലയുടെ, ഞാൻ എന്റെ പഞ്ചായത്തിന്റെ, ഞാൻ എന്റെ പഞ്ചായത്ത് വാർഡിന്റെ, മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണെങ്കിൽ കൗൺസിലിന്റെ, ഞാൻ എന്റെ വീടിന്റെ കഴിഞ്ഞ 25 വർഷം ഞാൻ വിലയിരുത്തുന്നു. ഇതെന്താ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇതിന് IAS-നൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ഈ വഴിക്ക് എന്ത് അടിമത്തം രാഷ്ട്രീയത്തിന്റെ പേരിലുണ്ടെങ്കിലും, രാഷ്ട്രീയത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പോയിട്ടുണ്ടെങ്കിലും, വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി ആയിരിക്കില്ല, രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി ആയിരിക്കില്ല. ഈ മണ്ണിന് വേണ്ടി, ഞാൻ എന്റെ മണ്ണിന് വേണ്ടി വോട്ട് ചെയ്യുമെന്ന് നിശ്ചയിച്ചാൽ പാലക്കാട് ശോഭ MLA എന്ന് ബോർഡ് വയ്ക്കും. എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ? എന്തെല്ലാം കൊണ്ട് ശോഭാ സുരേന്ദ്രൻ? ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് മറന്നിട്ടല്ല. സ്വർണത്തിന്റെ കാര്യം മാത്രം എടുക്കുക, എനിക്കിഷ്ടമുള്ള വിഷയമേ അല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഗവൺമെന്റ് അതിന് കണ്ടുപിടിച്ച മാർഗമാണ് SIT. ആ SIT ഏതൊക്കെ വഴിക്ക് പോയെന്ന് കണ്ടല്ലോ അല്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി താക്കീത് കൊടുത്തതും കണ്ടല്ലോ അല്ലേ? ഇവര് ചീട്ട് കളിക്കിരിക്കുകയാണ് നിയമസഭയ്ക്കകത്ത്. ജോക്കറും കിങ്ങും ജാക്കിയും, ആ ജാക്കി നമുക്കിട്ടാ വയ്ക്കുന്നത്, പിന്നെ ആസും, ഇതിട്ട് കളിക്കുക. കടകംപള്ളി എന്ന് പറഞ്ഞൊരു ഫോട്ടോ അവരിങ്ങോട്ടിടും, അപ്പൊ തന്നെ അവരങ്ങോട്ട് സോണിയാഗാന്ധി എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇടും. അപ്പൊ അവര് തിരിച്ച് വാസവൻ മന്ത്രി എന്ന് പറഞ്ഞിടും, വീണ വിജയൻ എന്ന് പറഞ്ഞ് പടമിടും. അവര് തിരിച്ച് പിങ്കി മോൾ എന്ന് പറഞ്ഞിടും, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിടും. ഇങ്ങനെ ചീട്ടിട്ട് കളിക്കുന്നിടത്ത് കഴിഞ്ഞ 5 വർഷം ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നെങ്കിൽ, കഴിഞ്ഞ 1.5 വർഷം ശോഭാ സുരേന്ദ്രനോ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ വ്യക്തമായിട്ടാണ് വ്യക്തികളുടെ പേര് പറയുന്നത്. നിങ്ങളിങ്ങനെ ചീട്ടിട്ട് കളിക്കാതെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മര്യാദയ്ക്ക് അടിച്ചുകൊണ്ട് പോയ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് വെക്കടോ എന്ന് പറയണമായിരുന്നെങ്കിൽ ശോഭ വേണമായിരുന്നു.
ഇനിയും അതിനുള്ള അവസ്ഥകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഉണ്ടായാൽ ആര് ഭരിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ സംഘശക്തി, ശബ്ദ സംഘശക്തി നിങ്ങൾ ഉറപ്പുവരുത്തുക. എണ്ണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ പറയണം ഇന്നാരൊക്കെ ഉണ്ടാവണം. നിയമസഭയിൽ സുരേന്ദ്രൻ ഉണ്ടാവണം, ശോഭാ സുരേന്ദ്രൻ ഉണ്ടാവണം, രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാവണം, കൃഷ്ണദാസ് ഉണ്ടാവണം, വി മുരളീധരൻ ഉണ്ടാവണം, സന്ദീപ് വാചസ്പതി ഉണ്ടാവണം, ഷോൺ ജോർജ് ഉണ്ടാവണം, അനൂപ് ആന്റണി ഉണ്ടാവണം, അഖിൽ മാരാർ ഉണ്ടാവണം. അവൻ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു രാഷ്ട്രീയത്തിലെ ബാലനാണവൻ. പക്ഷെ ആർക്കെങ്കിലും അവന് കാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് നേരിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ളവർ വരണം നിയമസഭയിൽ. പത്മ ചേച്ചി, പാരമ്പര്യത്തിന് എന്താ കുറവ്? കേരളത്തിന്റെ യഥാർത്ഥ ആർക്കിടെക്ട് ആരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഭരിച്ച കാലത്ത് ശ്രീ കരുണാകരൻ, അതിനപ്പുറം ഇപ്പുറം ഒന്നുമില്ല. ജനഹിത ഭരണം കാഴ്ചവെച്ച സഖാവ് അച്യുതമേനോൻ, വി എസ് അച്യുതാനന്ദൻ, നയനാർ, അതിനപ്പുറം ഒന്നുമില്ല. അവരൊക്കെ എന്തായിരുന്നു എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. കേരളത്തിന് പിന്നെ കേന്ദ്രത്തിന്റെ ഒരു സഹായം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ബഹുമാനീയനായ ശ്രീ ഒ രാജഗോപാലിനെ കൊണ്ടാണ്. ആ ഒ രാജഗോപാലിന്റെ പാരമ്പര്യമാണ് ഈ ഇരിക്കുന്നത്. ആ ഒ രാജഗോപാലിന്റെ പാരമ്പര്യത്തിലുള്ള കണ്ണൂര് നിതീഷ് ആയാലും രഞ്ജിത്ത് ആയാലും ഹരിദാസ് ആയാലും രഘുനാഥ് ആയാലും കാസർഗോഡ് അശ്വിനി ആയാലും തൃശൂര് ഗോപാലകൃഷ്ണനായാലും അനീഷ് ആയാലും നാഗേഷ് ആയാലും ഇങ്ങനെ ഒരു 20-21 പേരെ നിങ്ങൾ എണ്ണി പേരെടുത്ത് നിശ്ചയിച്ചോളൂ ഉണ്ടെങ്കിൽ കേരളത്തിന്റെ ആത്മാഭിമാനത്തിന് അടുത്ത 5 വർഷം നിരന്തരമായ സംരക്ഷണമെങ്കിലും ഉണ്ടാകും. അതിനുശേഷം 2031 ആരും വെള്ളം വെച്ച് തിളപ്പിക്കണ്ട, അരിയും ഒരുക്കണ്ട, ഒരു വെള്ളവും തിളക്കില്ല. ആ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഒരു അരിയും ഇട്ടാൽ വേവില്ല. ഭാരതീയ ജനതാ പാർട്ടി കേരളം ഭരിക്കും, ശക്തമായ ഭൂരിപക്ഷത്തോടെ ഭരിക്കും. മാവേലി നാട് വാണിയിടും കാലം എന്ന് പറയുന്നത് അന്ന് സംഭവിക്കും. അതിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായി ഇത് പാലക്കാടിന്റെ വലിയ ഉത്തരവാദിത്വമാണെന്ന് നിങ്ങൾ ദയവ് ചെയ്ത്, ഒരു രാഷ്ട്രീയ പ്രസംഗമേ അല്ല ഇത്, ഞാൻ കൃത്യമായ കാര്യങ്ങളാണ് നിരത്തിയത്. ഓരോ കേന്ദ്ര പദ്ധതിയും എടുത്തുകൊള്ളൂ. ഇവിടെ പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിന് വേണ്ടി എത്ര വർഷമായിട്ട് നിങ്ങൾ രോദനം മാത്രം അവതരിപ്പിക്കുന്നു? പറയണം, പ്രശാന്ത് പറയണം, എത്ര വർഷമായി ഈ ഗതികെട്ട അവസ്ഥയിൽ കിടക്കുന്നത്? നിങ്ങൾ കൈകൂപ്പേണ്ടത് തൃശ്ശൂർക്കാരെയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു MP ഞങ്ങൾ BJPക്ക് സമ്മാനിക്കും അവര് നിശ്ചയിച്ചെങ്കിൽ, അങ്ങനെ നിങ്ങൾ ഇങ്ങോട്ടൊരു ചീട്ടിട്ടാൽ ആ MP മന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി തീരുമാനിച്ചെങ്കിൽ പാലക്കാട്ടുകാർക്ക് വലിയ ആതിഥേയരാവാൻ വേണ്ടി മലമ്പുഴ ഡാമിലേക്ക് 69 ചില്ലുവാനും കോടി കൊടുത്തുകൊണ്ടാണ് ആ ഉദ്യാനത്തിന്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിക്ക് കണക്ക് തെറ്റിയെന്നാണ് പ്രശാന്ത് പറയുന്നത്. 76 കോടിയാണ്. ഒരാൾക്കെങ്കിലും അറിയാവില്ല. നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഇതുപോലെ തന്നെയാണ് തൃശ്ശൂരും പദ്ധതികൾ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. അതിന്റെ എഴുത്തുകുത്ത് ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് നടത്തിയതൊക്കെ എല്ലാ തെളിവുകളും ഉണ്ട്. റവന്യൂ മന്ത്രി രാജനുമായിട്ട് എത്ര അപേക്ഷയാണെന്നറിയാം.
വാക്കാൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് തൃശ്ശൂരിലെ ചേംബർ ഓഫ് കോമേഴ്സിന് അറിയാം. ചേംബർ ഓഫ് കോമേഴ്സ് മീറ്റിംഗിന് വിളിച്ചു. ഞങ്ങൾക്ക് രാജൻ മന്ത്രിയെയും സുരേഷ് ഗോപി മന്ത്രിയെയും ഒത്തിരുത്തി സംസാരിക്കണം. രാജൻ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഇലക്ഷൻ ഇനിയും ഉണ്ട്, 5 ദിവസം. മന്ത്രി ശ്രീ പി രാജൻ തയ്യാറുണ്ടോ? ചേംബറുകാരുടെ മുമ്പിൽ വന്നിരുന്ന് ഇതിന് ഇനി എയിംസിലേക്ക് വരാൻ ആരൊക്കെ എവിടൊക്കെയോ ഇരുന്ന് പുലമ്പുന്നുണ്ട് കേട്ടോ. ഞാൻ കേരളത്തിലേക്ക് എയിംസ് വന്നിരിക്കുന്ന പറഞ്ഞ, കൊണ്ടുവരുമെന്നല്ല പറഞ്ഞ. പക്ഷെ ഇനി പറയുന്നു കേരളത്തിലേക്ക് എയിംസ് കൊണ്ടുവന്നിരിക്കും. വികസന കാഴ്ചപ്പാടെന്ന് പറയുന്നത് രാജ്യത്തിന്റെ വികസന കാഴ്ചപ്പാട് ഒരു പ്രധാനമന്ത്രി കാണും. ഒരു മുഖ്യമന്ത്രി ആ സംസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട് കാണണം. സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങൾക്കും എതുവഴിയാണ് വികസനത്തിന്റെ വലിയ ഒരു മുദ്ര ചാർത്തിയാൽ ഏതൊക്കെ വഴിയാണ് മറ്റ് അനന്തര വികസന സംരംഭങ്ങൾ വരുന്നത്. ഒരു എയിംസ് ഒരു ജില്ലയിൽ വരുന്നത് കൊണ്ട് ആ ജില്ല ഇന്ന് നേരിടുന്ന അവസ്ഥാ സവിശേഷതകളിൽ നിന്ന് ഒരു ഉയർപ്പുണ്ടാവണമെങ്കിൽ എയിംസ് സഹായിക്കുമോ? ഞാൻ ആ കാഴ്ചപ്പാട് വെച്ച് മാത്രമേ 2 പേര് പറഞ്ഞിട്ടുള്ളൂ, 2-3 പേര് പറഞ്ഞിട്ടുള്ളൂ. മന്ത്രി ശ്രീ രാജൻ 5 ദിവസം ഇലക്ഷന് ബാക്കി നിൽക്കെ പ്രഖ്യാപിക്കട്ടെ. അപ്പൊ അവിടെ രാജീവ് ജി നമ്മുടെ മാനിഫെസ്റ്റോ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലേക്ക് BJP ഭരണത്തിലെത്തുകയാണെങ്കിൽ ആദ്യം കൊണ്ടുവരാൻ പോകുന്നത് മെട്രോയും, രണ്ടാമത് കൊണ്ടുവരാൻ പോകുന്നത് എയിംസുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ ആരോ വന്നോട്ടെ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണമുന്നണിയുടെ വക്താവായിട്ട് മന്ത്രി ശ്രീ രാജൻ പറയട്ടെ, അത് ഞാൻ തൃശ്ശൂര് 300 ഏക്കർ സ്ഥലം കൊടുത്ത് തൃശ്ശൂര് കൊണ്ടുവരുമെന്ന് പറയട്ടെ. ശ്രീ VD സതീശൻ അല്ലെങ്കിൽ KC വേണുഗോപാൽ പറയട്ടെ അവരെവിടെ കൊണ്ടുവരുമെന്ന്. ധൈര്യമുണ്ടോ? ഇത് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് എഴുതി കൊടുത്താൽ മാത്രമാണ് ആ പദ്ധതി വരിക. അതിപ്പോഴും വലിയ ഒരു മാഫിയ സംഘത്തിന്റെ ബിസിനസ് പ്രവർത്തനത്തിന് വലിയ ബലമേകാൻ വേണ്ടി അതൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. അത് ഒടിയും. അത് കേന്ദ്ര സർക്കാർ ഒടിച്ചില്ലെങ്കിൽ അന്വേഷണ സംഘങ്ങൾ നിരീക്ഷണത്തിനും ഇൻവെസ്റ്റിഗേഷനും ഇറങ്ങി അവരുടെ നട്ടെല്ലൊടിച്ചിരിക്കും. പദ്ധതി നമുക്ക് നഷ്ടപ്പെടരുത്. ഞാൻ മനസ്സിലാക്കിയ കണക്ക് കൃത്യമാണെങ്കിൽ ഏതാണ്ട് 23 എയിംസിന്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഇനിയും 4 എണ്ണം വരണം. ആ 4 എണ്ണത്തിൽ കേരളമുണ്ട്. എയിംസിന് സത്വര നടപടി സ്വീകരിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ഒരു സർക്കാർ വരണേ എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക. ആര് ഭരിച്ചാലും മുള്ളും പുറത്ത് ആണിപ്പുറത്തിരുന്ന് ഭരിക്കണമെങ്കിൽ ശോഭയെ പോലെയുള്ളവർ നിയമസഭയിൽ ഉണ്ടാവണമെന്ന് മാത്രം നിങ്ങൾ നിശ്ചയിക്കുക. വേറെ ആരെയും പുറന്തള്ളണമെന്നോ വേറെ ആരെങ്കിലും ചവിട്ടിത്തേക്കണമെന്നോ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ പ്രചരണ വേദികളെന്നോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പറയുകയുമില്ല. പക്ഷെ ഇത് നിങ്ങളുടെ ആവശ്യമാണ്. ഒന്നുകൂടി സംക്ഷിപ്തമായി പറഞ്ഞാൽ, പാലക്കാട്ടുകാർക്ക് ശോഭ ജയിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി അല്ല ജയിക്കുന്നത് പാലക്കാട്ടുകാർ തന്നെ ആയിരിക്കും. വന്ദേ മാതരം. ചേച്ചിയുടെ ഒരു ഗാനം നമ്മുടെ പ്രകാശനം ചെയ്യുന്നുണ്ടാവും. നമ്മുടെ പ്രവാസി കൂട്ടുകാരാണ് ഈ ഗാനം അറിയിച്ചിരിക്കുന്നത്. അവരുടെ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിലും ജോലിക്കിടയിലും സിമി നായർ ആണ് അതിന്റെ അണിയറ ശില്പി എന്ന് പറയും. നമ്മുടെ ഈ ഗാനത്തിന്റെ അണിയറ ശില്പി നമ്മുടെ സിബി ചേച്ചിയാണ്. സിബി ചേച്ചി മുംബൈ സ്വദേശമാണ്. SGയുടെ കോർ ടീമാണ് ഈ ഇതിൽ പുറകിലുള്ളത്. ഇത് ആക്ച്വലി
പ്രവാസി കൂട്ടുകാരാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ശോഭ ചേച്ചിയുടെ പ്രവർത്തനങ്ങളും ഭാവി പ്രവർത്തന ദിശ സാധുദീപോട് ഈ പരിസരത്തേക്ക് വരാൻ പറയും. കൂടാതെ ജനങ്ങൾക്കായി അവർ കൈക്കൊള്ളുന്ന ഈ ഉറച്ച നിലപാടുകൾ എന്നിവയെ ആസ്പദമാക്കി ഒരുക്കിയ ഈ ഗാനത്തിന്റെ ഔദ്യോഗിക പ്രകാശനം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കുന്നു. സാബുദ്ദീപ് ഇങ്ങോട്ട് വരതാണ്. സാബുദ്ദീപ് പുരോഗതിയുടെ പാദശോഭ ജനഹൃദയ